തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴി ഹാർബർ പുലിമുട്ട് അലൈൻമെന്റ് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. PMMSY പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പുലിമുട്ട് അലൈൻമെന്റിൽ മത്സ്യത്തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് യോഗം വിളിച്ചു ചേർത്തത്. മത്സ്യത്തൊഴിലാളികളുമായി ആലോചിക്കാതെയാണ് പുതിയ അലൈൻമെന്റ് തയ്യാറാക്കിയതെന്ന് യോഗത്തിൽ ആക്ഷേപമുയർന്നു. മൺസൂൺ കാലത്ത് വടക്ക് ദിശയിൽ നിന്നുണ്ടാകുന്ന ശക്തമായ തിരയെ പ്രതിരോധിക്കാൻ ഈ അലൈൻമെന്റിന് കഴിയില്ല എന്നും വള്ളങ്ങൾ നിയന്ത്രണം വിട്ട് പുലിമുട്ടിലിടിച്ച് വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും തൊഴിലാളി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഈ വരുന്ന 3 മാസങ്ങളിൽ പണിക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പുലിമുട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആശങ്ക അറിയിച്ചത് ഇവിടെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള രീതിക്കാണ് പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. തീർച്ചയായും ഞങ്ങളുടെ ആശങ്കകൾ അവരെ അറിയിക്കുകയും ആ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ അടിയന്തര പ്രവർത്തനത്തിലൂടെ പണി നിർത്തിവെച്ച് ഞങ്ങളെയും കൂടി കേട്ട് CWPRSന്റെ പ്രതിനിധികളിലൂടെ വരികയും അവരോടൊപ്പം വീണ്ടും ഒരു മീറ്റിംഗ് നടത്തുകയും അവരെ ഈ ആശങ്ക അറിയിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഒക്ടോബറോടുകൂടി മാത്രമേ ഇനി ഇതിൻ്റെ പണി തുടങ്ങുകയുള്ളൂ. മത്സ്യത്തൊഴിലാളികളെയും പൂർണ്ണമായിട്ട് അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു പതിറ്റാണ്ടായിട്ടും ഹാർബറിലെ മണൽ നീക്കത്തിന് കൃത്യമായ പരിഹാരമില്ലാത്തതും യോഗത്തിൽ ചർച്ചയായി. പലയിടങ്ങളിലും ആഴം 1.5 മീറ്ററായി ചുരുങ്ങിയിരിക്കുകയാണ്. അടിയന്തരമായി ഡ്രഡ്ജിംഗ് നടത്തണമെന്നും രക്ഷാപ്രവർത്തനത്തിനായി റിമോട്ട് കൺട്രോളിംഗ് ബോയകളും കൂടുതൽ ലൈഫ് ഗാർഡുകളും സജ്ജമാക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. എന്നാൽ കാറ്റും കടൽക്ഷോഭവും കൃത്യമായി പഠിച്ച ശേഷമാണ് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ അലൈൻമെന്റ് തയ്യാറാക്കിയതെന്ന് അധികൃതർ വിശദീകരിച്ചു. പുലിമുട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചിറങ്കീഴ് വെച്ച് പ്രസന്റ് ചെയ്ത അതേ ലേഔട്ട് തന്നെയാണ്. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അന്ന് അവര് ഒരു ഡ്രാഫ്റ്റ് പറഞ്ഞിരുന്നു. അതായത് എന്തായാലും വളയ്ക്കുന്നതെല്ലാം ഇതേ രീതിക്ക് തന്നെ പറഞ്ഞിരുന്നു. അതിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം. കാരണം നമുക്ക് പ്രോജക്ട് കോസ്റ്റ് അധികം പോകാൻ പാടില്ല. നമുക്ക് 200 കോടിയാണ് PMMSയുടെ ലിമിറ്റ്. പിന്നെ നല്ല ഡീപ്പർ ഡെപ്തിലോട്ട് പോയാൽ നല്ല കോസ്റ്റ് ആകും. അതെല്ലാം കൂടെ നോക്കിക്കൊണ്ട് ആ ലേഔട്ട് കാണിച്ചിട്ട് അതിനെ CWPRS ഒന്നും കൂടെ ഒപ്റ്റിമൈസ് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് അത് നല്ല എക്കണോമിക്കലായിട്ടുള്ള ഒരു രീതിക്കാണ് അന്ന് അതിനെ മോഡിഫൈ ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവർ സ്റ്റഡി ചെയ്ത് തന്നിട്ട് അതിൽ ആ ബ്രേക്ക് വാട്ടറിന്റെ ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെ വേണമെന്ന് ഇവരിപ്പോൾ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ്, അതേ പോയിന്റ്സ് സെറ്റ് ചെയ്താണ് ഇവരിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കണക്കിലെടുത്ത് CWPRS വിദഗ്ധരെ വീണ്ടും മുതലപ്പുഴയിൽ എത്തിക്കുമെന്ന് സൗത്ത് സോൺ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മായ BS ഉറപ്പു നൽകി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. നിലവിൽ മണൽ നീക്കുന്നതിനായി പുതിയ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ അദാനി കമ്പനിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.